സന്നിധാനത്ത് നിന്ന് വാങ്ങിയ ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പൽ എന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി കടുങ്ങല്ലൂർ സ്വദേശികളായ 12 അംഗ സംഘം വാങ്ങിയ ഉണ്ണിയപ്പത്തിലാണ് പൂപ്പൽ കണ്ടെത്തിയത്. വിഷയം തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഭക്തരോട് കാണിച്ച ഒരു കൊടും ക്രൂരത തന്നെയാണ് ഈ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കും. ഇനി എന്തായിരിക്കും കോടതി പറയുന്നതെന്ന് നോക്കി കണ്ടിട്ട് വേണം ദിവസം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹൈക്കോടതി പരിഗണിക്കുക. ഒന്ന്, ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനമെന്നാണ് കൃത്യമായി അറിയാനുള്ള ഒരു പരിശോധനയാണ്, ശാസ്ത്രീയ പരിശോധന നടത്താനാണ് സ്പെഷ്യൽ കമ്മീഷണറോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ സമഗ്രമായ റിപ്പോർട്ട് ഇന്നോ നാളെയോ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ദേവസ്വം ബെഞ്ചിന് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു പരാതി ഉണ്ടായത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ വീഴ്ച, അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ നിരീക്ഷിച്ചത് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കൂടി നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത്. തുടക്കത്തിൽ ദേവസ്വം ബോർഡിന് വലിയ ഒരു തലവേദനയായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ പരാതി വന്ന ഉടൻ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു കൃത്യമായ ഒരു വാദം കൂടി ഈ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ ഒരു നിർണായക ഒരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പരാതി വന്ന ആ ഒരു സമയത്ത് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. ആ ഒരു ഇടപെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കും. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുക. എന്തായാലും ആ തീരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ദേവസ്വം ബോർഡ് ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഭക്തരോടുള്ള കൊടും ക്രൂരത സംബന്ധിച്ചുള്ള വാർത്ത ആദ്യം ജനം TV തന്നെയാണ് പുറത്തുവിട്ടത്. പൂപ്പൽ പിടിച്ച് ഉണ്ണിയപ്പമാണ് ഭക്തർക്കായിട്ട് അവിടെ വിതരണം ചെയ്ത്. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ദേവസ്വം ബെഞ്ച്. ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. തിങ്കളാഴ്ച ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കും. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.